കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുറുവ ദ്വീപിലെ താൽക്കാലിക ജീവനക്കാരൻ പാക്കം സ്വദേശി വെള്ളച്ചാൽ പോളിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. കോഴിക്കോട് നിന്ന് മൃതദേഹം വയനാട്ടിലേക്ക് കൊണ്ടുപോയി. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ പ്രഖ്യാപിച്ച ഹർത്താൽ തുടങ്ങി. ഇടത് വലത് മുന്നണികളും BJPയും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. ഒരാഴ്ചക്കിടെ കാട്ടാന ആക്രമണത്തിൽ 2 പേരാണ് വയനാട്ടിൽ കൊല്ലപ്പെട്ടത്. മേലൂർ മഗ്ന ദൗത്യം 7ാം ദിവസവും തുടരുകയാണ്. വിവരങ്ങളുമായി CV ഷിബു ഉണ്ട്. ഷിബു, ഹർത്താൽ തുടങ്ങിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഒപ്പം തന്നെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പോളിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഹർത്താലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹർത്താലിൽ എല്ലാവരും സഹകരിക്കുന്നു. കാരണം എല്ലാ മുന്നണികളും ഉള്ളതിനാൽ ഹർത്താലിനോട് എല്ലാവരും സഹകരിക്കുകയാണ്. ആദ്യ മണിക്കൂറുകളിൽ ഹർത്താൽ പൂർണ്ണമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേസമയം പോളിന്റെ മൃതദേഹം ഇപ്പോൾ വയനാട് ചുരം കടന്ന് വയനാട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. ഒരു 9:30 കൂടി പാക്കം വീട്ടിൽ എത്തിക്കും എന്നാണ് അറിയുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും സംസ്കാരം തീരുമാനിക്കുക എന്ന് പറയുന്നു. കാരണം പ്രതിഷേധക്കാർ നിലവിൽ ഇന്നലെ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യങ്ങളിൽ സർക്കാർ എന്തു നിലപാട് സ്വീകരിക്കും എന്നതിനെ അനുസരിച്ചായിരിക്കും സംസ്കാരം എപ്പോൾ നടത്തും എന്നുള്ള കാര്യം തീരുമാനിക്കുക എന്നാണ് അറിയുന്നത്. ആദ്യം മീനങ്ങാടി മലബാർ ഭദ്രാസനത്തിന്റെ ആസ്ഥാനമായ മീനങ്ങാടിയിൽ എത്തിച്ച് ഒരു പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷമായിരിക്കും പുൽപ്പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നാണ് അറിയുന്നത്. അവിടെ ഇപ്പോൾ നിലവിൽ 10 മണിയോടുകൂടി പുൽപ്പള്ളിയിൽ വലിയൊരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധ സംഗമത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകണം എന്ന് ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം മൃതദേഹം ആദ്യം വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനം ആയിട്ടുള്ളത്.